സോ കീം 2025 ടോപ്പ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതിന് മുന്നേ നിങ്ങളെല്ലാവരും പ്രൈവറ്റ് കോളേജിൻ്റെ വീഡിയോ കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് വൺ മോർ തിങ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഫുൾ ബേസിക്, അതിനുശേഷം നമ്മൾ കോളേജുകൾ കാണാം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയട്ടെ, എനിക്ക് മിസ്റ്റർ എഞ്ചിനീയർ ജസ്റ്റ് ഗൂഗിളിൽ അടിക്കുക, ഈ ഒരു ലോഗോ കാണുന്ന ഒരു പേജ് കാണും. ആ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലാണ്. അതിപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏകദേശം 3 വർഷമായി ഞാൻ ഈ KTUവിൻ്റെ കണ്ടൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് ബേസിക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഇനി അങ്ങോട്ട് വളരെ വ്യക്തമായിട്ടായിരിക്കും അതിൽ പോവുക. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് കോളേജ് നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രീഡം കൂടുതലായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിരിക്കും, പ്ലേസ്മെൻറ്റ് കൂടുതലായിരിക്കും, ഫീസ് നല്ലോണം കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ചില ഗവൺമെൻറ് കോളേജിനേക്കാളും ബെറ്റർ ചില പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ഡീറ്റെയിൽഡായിട്ട് എൻക്വയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. കേരളത്തിൽ ഏകദേശം 12 ഗവൺമെൻറ് കോളേജാണ്. അതിനകത്ത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുണ്ട്. അത് ഫീസ് ഗവൺമെൻറ് അതേ തന്നെയായിരിക്കും, പക്ഷേ അതൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടായിരിക്കും കോളേജ് നടക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണോമസ് കോളേജുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഗവൺമെൻറ് കോളേജിൻ്റെ കേസ് വരും. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഈ മേലെ ഞാൻ ഈ ഗ്യാപ്പ് ഇടയിൽ വിട്ടതിനൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ CET, GEC, TKM, MA കോളേജ് കോതമംഗലം, ഓക്കെ, ഈ 4 കോളേജ് നിങ്ങൾ ഏത് കോളേജ് വെക്കുന്നതിന് മുന്നേ വെക്കണം എന്നാണ് എൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സജഷൻ. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. എസ്പെഷ്യലി CETയും GECയും നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കുള്ള കേസിൽ ഞാനിപ്പോൾ ഓരോ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അതിന് മുന്നേ ഒരു പ്രൊമോഷൻ ഉണ്ട്, ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ടാണ്. അതൊന്നും ജസ്റ്റ് നോക്കുക, തിരിച്ചു വരാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ നിങ്ങൾക്ക് എത്താം. ഇവിടെ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ടുള്ള ഏത് കോളേജ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് റാങ്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ ഒരു 80 to 90% മാത്രമേ അക്യുറസി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വാട്സപ്പ് ബോട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എൻട്രോ. അപ്പോൾ ഞാൻ പറഞ്ഞു CET, GEC, TKM, MA കോളേജ് എന്തുകൊണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇതിൽ ഈ TKM ഓക്കെ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജായിരുന്നു. MA കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജായിരുന്നു. പക്ഷേ അവരിപ്പോൾ കറൻ്റ്ലി എന്താണ്, ഓട്ടോണോമസ് കോളേജായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഓട്ടോണോമസ് ആയിട്ട്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീൻ്റെ അവർ തന്നെ ആയിരിക്കും എക്സാം നടത്തുക, അവർ തന്നെ ആയിരിക്കും പേപ്പർ കറക്റ്റ്. അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ വരും. പക്ഷേ എന്നാലും കറൻ്റ്ലി അവർ കീമിൻ്റെ ലിസ്റ്റിൽ ഒരു ഗവൺമെൻറ് കോളേജ് പോലത്തെ. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും ഭയങ്കര കൂടുതലും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ CETയും GEC തൃശ്ശൂറും കംപ്ലീറ്റ്ലി എന്താണ്, ഗവൺമെൻറ് കോളേജാണ്. കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള 2 കോളേജ്. അപ്പോൾ CET ഏകദേശം 86 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. GEC തൃശ്ശൂർ ഏകദേശം കൃത്യം പറയുകയാണെങ്കിൽ ഒരു 70 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അത്രയും ഓൾഡസ്റ്റ്. TKM അതേപോലെ തന്നെ ഓൾഡസ്റ്റ് കോളേജാണ്. MA കോളേജ് ഓൾഡസ്റ്റ് കോളേജാണ്. പക്ഷേ ഈ 2 കോളേജ് നിങ്ങൾ ഒരു കാരണവശാലും, കാരണം ഈ കോളേജുകളാണ് ഞാനിത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ GEC പഠിച്ചറിയുന്ന വ്യക്തിയാണ്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ക്യാമ്പസ് ലൈഫ് ആയാലും പ്ലേസ്മെൻറ്റ്സ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഓർഡർ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബേസിക്. പിന്നെ ഈ 4 നിങ്ങൾ നിർബന്ധമായിട്ട് വെക്കുക. പിന്നെ MA കോളേജും TKM ഒക്കെ സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്, വ്യത്യാസം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ CETയിലും GECയിലും അതൊന്നുമില്ല. അതൊന്നും ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സീനിയറിനെ വിളിച്ച് അന്വേഷിക്കുക, എന്നിട്ട് മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഇവിടെ ഇല്ല. എനിക്ക് യാതൊരു കോളേജിൻ്റെ, കേരളത്തിലെ കോളേജൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യണതിന് വെറൈറ്റി കാര്യങ്ങളാണ്. അല്ലാതെ ഒരു കോളേജും ഞാൻ പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെ ജെന്യുവനായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് RIT, NSS, GC, ഭാരത്. അതിനുശേഷം കോളേജുകളുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഇത് ഓരോന്നോരോന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ കുറച്ച് കോളേജുകളാണ് ഇത്. ഓക്കെ, ഈ ഒരു 3 കോളേജുകൾ. ഓക്കെ, ഇതിലിപ്പോൾ RIT, NSS ഒരു നല്ല വലിയ ക്യാമ്പസാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്. GC, ഭാരത് ഹിൽ ഒരു ചെറിയ ക്യാമ്പസാണ്, പക്ഷേ ഗുഡ് അക്കാഡമിക്സ്, ഗുഡ് പ്ലേസ്മെൻറ്റ്സ് ആണ് അവരുടെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഓരോ കോളേജിന് ഓരോ ക്വാളിറ്റികളാണ്. ഓക്കെ, NSS പാലക്കാട് ഒരു എയ്ഡഡ് കോളേജാണ്. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരു എയ്ഡഡ് ആയിട്ടുള്ളൊരു കോളേജ്. GC, ഭാരത് ഹിൽ ട്രിവാൻഡ്രത്ത് തന്നെ വരുന്നതാണ്. RIT കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജാണ്. പേര് നോക്കണ്ട, RIT കോട്ടയം എന്ന ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് അവർ വിളിക്കാറ്. അപ്പോൾ ഒരു എയ്ഡഡ് കോളേജ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ രീതിയിലായിരിക്കണം നിങ്ങൾ ഗവൺമെൻറ് കോളേജ് കൺസിഡർ ചെയ്യേണ്ടത്. ടോപ്പ് 25 കോളേജ് ഓപ്ഷൻ ഗവൺമെൻറ്റും പ്രൈവറ്റും IHID ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം ഞാൻ തരുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഓരോന്നും അറിഞ്ഞിരിക്കണം.
അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GEC കോഴിക്കോട്, GC കണ്ണൂർ, GC ശ്രീകൃഷ്ണൻ, GC വയനാട്, GC ഇടുക്കിയുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയാനുള്ളൂ, ഇവിടെ നിന്ന് ഞാൻ എപ്പോഴും ഈ 4 വെക്കാൻ പറയും. പിന്നെ ബാക്കി നിങ്ങളുടെ ഓരോ ഇതിലിപ്പം ഞാൻ ഓർഡർ കൊടുത്തിട്ട് അതിലൊരു കാരണമുണ്ട്, ചില ഓരോ വ്യത്യാസമുണ്ട്. ഇനിയുള്ള ഈ കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ ഡിസ്റ്റൻസ് ഒക്കെ, അപ്പോൾ GC വയനാട്, GC ഇടുക്കി കുട്ടികൾ കുറവാണ് ചൂസ് ചെയ്യുന്നത്. അത് അത്ര മോശം കോളേജ് ആയതുകൊണ്ട് മാത്രമല്ല, അതാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഡിസ്റ്റൻസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അധികം കുട്ടികൾ എന്താണ് അത് പിന്മാറാറാണ്. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല. അവരുടെ റീസൺ കൊണ്ടാണ് ഈ കോളേജുകൾ കുട്ടികൾ ഒഴിവാക്കുന്നതിന് മെയിൻ റീസൺ. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. GC അല്ലെങ്കിൽ മോശം കോളേജുകളാണെന്നല്ല ഞാൻ പറയാം, പറഞ്ഞു വരുന്നത് എനിക്കിവിടെ GC ഇടുക്കി പഠിക്കുന്നവരറിയാം, GC വയനാട് പഠിക്കുന്നവരറിയാം, അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. GC ശ്രീകൃഷ്ണപുരം പാലക്കാട് നല്ലൊരു കോളേജാണ്, GC കണ്ണൂർ, GC കോഴിക്കോട്. അപ്പോൾ ഈ കോളേജുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് സെലക്ട് ചെയ്തും പോകുകയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലി. അപ്പോൾ എൻ്റെ ഒരു ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ റിസർച്ച് ചെയ്ത് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ട ഈ 4 കോളേജ്, അതിനുശേഷം ഈ 3 കോളേജ്, അതിനുശേഷം ഈ 5 കോളേജ് ഈ രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാം IHRDൻ്റെ വീഡിയോ അടുത്ത് വരാൻ പോകുന്നത്. അതിനൊരു ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രൈവറ്റ്, ഗവൺമെൻറ്, അതേപോലെ തന്നെ IHRD കൂടി മിക്സ് ആയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ഉണ്ട്, ടോപ്പ് 25 കോളേജ് ഓപ്ഷൻസ് ബൈ മിസ്റ്റർ എഞ്ചിനീയർ. ഇറ്റ്സ് കമ്മിങ് സൂൺ. അതിന് മുന്നേ എൻ്റെ മറ്റേ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്ത് ഡൗട്ടിലും കമൻറ്റ് ചെയ്ത് ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.